സുരേഷ് ഗോപിയെ കാണുമ്പോൾ കുരു പൊട്ടുന്ന ചില കുരുക്കന്മാരുണ്ട്, അതായത് ചില മാപ്രകളുണ്ട്. അവർക്ക് സുരേഷ് ഗോപി പറഞ്ഞാൽ, സുരേഷ് ഗോപി കഞ്ഞി എന്ന് പറഞ്ഞാൽ, ചോറെന്ന് പറഞ്ഞാൽ, ഇഡലി എന്ന് പറഞ്ഞാൽ, സാമ്പാർ എന്ന് പറഞ്ഞാൽ, പുട്ടെന്ന് പറഞ്ഞാൽ, ദോശ എന്ന് പറഞ്ഞാൽ, ഇടിയപ്പം എന്ന് പറഞ്ഞാൽ, ഗോതമ്പ് പുട്ടെന്ന് പറഞ്ഞാൽ ഒക്കെ ഫ്യൂഡലാണ്. സുരേഷ് ഗോപി പറഞ്ഞാൽ മറ്റാര് പറഞ്ഞാലും അത് ആഹാരമാണ്. പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞാൽ അത് ഫ്യൂഡൽ ആഹാരമാണ്, അല്ലെങ്കിൽ മാടമ്പി ആഹാരമാണ്. അതുകൊണ്ട് ഇതൊന്നും പറയാൻ പാടില്ല. ആ മാപ്രകൾ ഇത് കാണരുത്. കാരണം നിങ്ങൾ നെഞ്ചു പൊട്ടി ചത്തുവോ, നിങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി ഇല്ല എന്നുള്ളതാണ്. ഈ പലപ്പോഴും ഈ കലിംഗ സൗഹൃദ പരിപാടി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഉടനീളം ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോ അവിടെ സുരേഷ് ഗോപി ചില നിവേദനങ്ങളൊക്കെ വാങ്ങും, ചിലത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന് പറയും, അല്ലാത്തത് പറ്റില്ല എന്ന് പറഞ്ഞ് നിരസിക്കുമ്പോൾ ഉടനെ ഇതോ വരുന്നടാ CPM കാര്യം. ഉടനെ അത് വാങ്ങുന്നു. വീടില്ലാത്തവർക്ക് അപ്പത്തന്നെ വീട്, കക്കൂസില്ലാത്തവർക്ക് അപ്പത്തന്നെ കക്കൂസ്, കുളിമുറി ഇല്ലാത്തവർക്ക് അപ്പത്തന്നെ കുളിമുറി. CPM അങ്ങ് എന്താ പറയുക, ഒരു ജനാധിപത്യപരമായ സർക്കാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ പാവങ്ങള് ഇവന്മാരെ പുറകെ ഒരു 5-6 വർഷം കൊണ്ട് നടക്കുന്നതായിരിക്കും, ചെയ്തു കൊടുക്കൂല. പിന്നെ വാ എന്ന് പറഞ്ഞു വിടും. LDF വരും, പിന്നെ ശരിയാക്കുമെന്നാണല്ലോ. അപ്പൊ പിന്നെ വാ എന്ന് പറയും. എന്നിട്ട് സുരേഷ് ഗോപി അവിടെ MP ആയി വന്നിട്ട് സുരേഷ് ഗോപി നിരസിക്കുമ്പോ ദാ വരുന്നു, ഞങ്ങൾ ശരിയാക്കും. സുരേഷ് ഗോപി നിരസിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ, സുരേഷ് ഗോപി നിരസിച്ചതെല്ലാം ഞങ്ങൾ ശരിയാക്കി തരുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഉമ്മാരുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോ സുരേഷ് ഗോപി ഇതുപോലൊരു കലിംഗ സൗഹൃദ പരിപാടി നടത്താനായി സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അവിടെ പോയിട്ട് നടന്ന കാര്യങ്ങൾ കേട്ടോ. കാരണം ഇത് മറ്റു മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് കാണണമെങ്കിൽ സത്യസന്ധമായിട്ടുള്ള മീഡിയ മലയാളം, ABC പോലുള്ള മാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾ വരണം. സുരേഷ് ഗോപി ഒരു അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ പറയാണ്, എനിക്ക് EMI ഉണ്ട്, ലോണുണ്ട്, അപ്പോൾ വീടൊന്നും വയ്ക്കാനുള്ള നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുകയാണ്, എൻ്റെ മകളുടെ ചാരിറ്റിയിൽ നിന്ന് ഒരു വീട് അമ്മയ്ക്ക് ഉണ്ടാക്കി തരാം. ഒരു അടുക്കള, ഒരു 2 ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, പിന്നെ ആളുകൾ വരുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് റൂം പോലെ ഒരു റൂം, ഇതൊക്കെ ഉണ്ടാക്കി തരാം. അത് എൻ്റെ മകളുടെ ചാരിറ്റിയിൽ നിന്ന് 4 ലക്ഷം രൂപ എടുത്ത് ഞാൻ ആ വീട് ഉണ്ടാക്കി തരാം. അതിന് സേവാഭാരതിയുടെ ഒരാളും അമ്മയും ചേർന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ആ ജോയിന്റ് അക്കൗണ്ടിന്റെ നമ്പരും IFSC കോഡും അയച്ചാൽ പിറ്റേ ദിവസം തന്നെ, അല്ലെങ്കിൽ അന്ന് തന്നെ അക്കൗണ്ടിലേക്ക് പണം കയറുന്ന തരത്തിലേക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ഇനി 4 ലക്ഷം രൂപയെന്നും പറഞ്ഞ് ഇവിടെ പിന്നെ എന്താ പറയുക, തിളച്ചോണ്ടൊരുത്തനും വരണ്ട. ലൈഫ് മിഷനിലും കൊടുക്കുന്നത് വെറും 4 ലക്ഷം രൂപയാണ്. പിന്നെ സുരേഷ് ഗോപി 4 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സുരേഷ് ഗോപി കുറച്ചുകൂടി കൂടുതൽ, ആ വീട് പൂർത്തിയാകുന്നത് വരെയുള്ള ഒരു പണം സുരേഷ് ഗോപി കൊടുക്കും. സുരേഷ് ഗോപി ആയതുകൊണ്ട് ഈ അന്തംകമ്മികൾ 4 എന്ന് പറഞ്ഞാൽ 4 പോലും അവന്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ ആദ്യം ഒരു ഗഡു, പിന്നെ അടുത്ത ഗഡു, അതിന്റെ അടുത്ത ഗഡു, ഇതൊക്കെ വാങ്ങിച്ച് തീരുമ്പോൾ തന്നെ ആ പല വീടുകളും പൂർത്തിയാവാതെ ഇപ്പോഴും കിടക്കുന്നത്. ഒരു ക്യാൻസർ രോഗി, എനിക്ക് തോന്നുന്നു ആലപ്പുഴയാണെന്ന് തോന്നുന്നു, ലൈഫ് മിഷനിൽ കൊടുത്തൊരു വീടാ. ഈ 4 ലക്ഷം രൂപ കൊണ്ട് അവരെന്ത് ചെയ്യാനാണ്? അപ്പോ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ, അവരെ ആ വീടിന്റെ മേൽക്കൂര പോലും കെട്ടാൻ കഴിയാതെ, കാരണം അവർക്ക് അസുഖമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യണം, എല്ലാം കൂടെ അവരെ കൊണ്ട് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവര് പിന്നെ അതങ്ങനെ ഇട്ടിട്ട് അവര് വേറെ ഏതോ ബന്ധുക്കളുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഇവിടെ സുരേഷ് ഗോപി പറയുന്നു 3.5 സെന്റ് ഉണ്ടോ, അതിന് പട്ടയം ഉണ്ടോ, മറ്റു കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ആ വീട് വച്ച് തരാം, അതിന് 4 ലക്ഷം രൂപ ഞാൻ തരാം, അത് മകളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്, ബാക്കി തുക എല്ലാവരും കൂടെ അന്വേഷിച്ച് കണ്ടെത്തി എന്തായാലും വീട് അമ്മയ്ക്ക് കിട്ടും, അത് ഉറപ്പാണ്. കാരണം വാക്ക് പറഞ്ഞ സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നില്ല. സുരേഷ് ഗോപി അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ്. സുരേഷ് ഗോപി മാപ്രകളോട് പിന്നെ ഈ നട്ടല് വളച്ച് നിൽക്കുന്നില്ല. മാപ്രകൾ വരുമ്പോഴോ തമ്പ്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നില്ല. ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത് ഇന്ത്യയിലെ മാപ്രകളല്ല. മോദി ഒരു മാധ്യമങ്ങൾക്കും പിന്നെ അഭിമുഖാമ്യനല്ലാതിരുന്ന സമയത്താണ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത്. അപ്പൊ മാധ്യമങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരുപാട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചു, ഇപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അദാനിയുടെ ആളാണ്, അംബാനിയുടെ ആളാണ്, അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെ ആരുടെ ആളായിക്കോട്ടെ. ഇവിടെ ഭീകരർ വന്ന് ഇന്ത്യയിലെ ജനങ്ങളെ തീർക്കുമ്പോൾ കൃത്യമായ മറുപടി ഭീകരർക്ക് കൊടുക്കുന്നുണ്ടോ? ഇന്ത്യയിൽ വന്ന് തെണ്ടിത്തരം കാണിക്കാൻ ഒരുത്തനെ അനുവദിക്കുന്നില്ലല്ലോ. അത് നോക്കിയാ പോരെ. അല്ലാതെ ചിദംബരത്തിന്റെ കുംഭസാരം പോലെ 166 എണ്ണത്തിനെ കൊന്നിട്ട് പിന്നെ അമേരിക്കയുടെ മുന്നിൽ പട്ടിയെ പോലെ മുട്ടിലഴിഞ്ഞ് നിന്നിട്ട് പാകിസ്ഥാന്റെ കാല് നിൽക്കാൻ പോയില്ലല്ലോ. അത് ചെയ്യുന്നുണ്ടല്ലോ, അത്രയും മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഇപ്പോ സുരേഷ് ഗോപി
തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടുത്തെ മാപ്രകളൊന്നും കാണത്തില്ല. ഇവിടെ ചില മാപ്രകളുടെ വിചാരം ഞങ്ങളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്, ഞങ്ങൾ കാരണമാണ് സുരേഷ് ഗോപി ജയിച്ചത്, ഞങ്ങളില്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ലായിരുന്നു. സുരേഷ് ഗോപി ജയിക്കും. കാരണം അങ്ങനെ ഒരു മനുഷ്യത്വമുള്ള ഏത് പാർട്ടിയിലാണ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ജയിക്കും. കാരണം മനുഷ്യത്വം ഉണ്ടായാൽ മതി. കോൺഗ്രസ്സുകാരനായാലും ജയിക്കും. കാരണം അങ്ങേർക്ക് മനുഷ്യത്വമുണ്ട്. BJP-കാരനായാലും ജയിക്കും, മനുഷ്യത്വമുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ഈ പിന്നെ റെയിൽവേ സ്റ്റേഷന്, അതായത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചതിന് 393 കോടിയാണ് അദ്ദേഹം ദീപാവലി ഓഫറായിട്ട്, ദീപാവലി ഓഫറല്ല, ദീപാവലിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർകാർക്ക് നൽകിയത്. 393 കോടി കൈയിട്ട് വാരാതെ തന്നെ കൊടുത്തു. ഇനി അവിണിശ്ശേരി പഞ്ചായത്ത് അദ്ദേഹം ഏറ്റെടുത്തതാണ് ഈ സുരേഷ് ഗോപി. അവിടുത്തെ ഖാദി ബോർഡിന് 40 ലക്ഷം രൂപ പലിശ ഇല്ലാതെ 40 ലക്ഷം രൂപ കൊടുത്തു. ഒരുപാട് സഹായങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ഇതുവരെ അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും കാണൂല, ഇതൊന്നും കേൾക്കയില്ല, കാണയില്ല. എന്നിട്ട് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പിന്നെ എന്ത് പറഞ്ഞു, അതായത് എന്നോടൊന്നും ചോദിക്കാൻ പറയണ്ട, നിങ്ങളോടൊന്നും മറുപടി പറയണമെന്ന് ഒരു ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. ഞാനൊരു ജനപ്രതിനിധിയാണ്, ജനങ്ങളോട് പറയാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിന്റെ അടുത്തൊക്കെ പറയാൻ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ജനങ്ങൾ ചോദിക്കട്ടെ, ഞാൻ മറുപടി അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചില കൊമ്പ് കൊണ്ട് ഇങ്ങനെ തലയില്ലാത്ത കൊമ്പ് വെച്ച് ഞങ്ങളാണ് കേരളത്തിന്റെ പിണറായിയെക്കാളിലും മുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ അണ്ണന്മാരും ചേച്ചിമാരും ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ ജനങ്ങളോട് പറഞ്ഞോളാം, എനിക്ക് നിങ്ങളോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, നിങ്ങൾ ചോദിക്കണേ എനിക്ക് മറുപടിയും ഇല്ല പറയാൻ. അതുകൊണ്ട് സുരേഷ് ഗോപിയെ കണ്ടുപിടിക്കൂല. സുരേഷ് ഗോപി മിണ്ടിക്കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒരു കോതമംഗലത്ത് ഒരു പള്ളിയിൽ പോയി അത് അപ്പൊ പറയണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ഇടയ്ക്ക് ഒരു വാർത്തയെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കോതമംഗലത്ത് ഒരു പള്ളിയിൽ പോയി. അപ്പൊ പള്ളിയുടെ ഈ നടന്നു പോകുന്ന നേർച്ചയുള്ള പള്ളി, ആദ്യത്തെ ദിവസം നടന്നു പോകണം. അപ്പൊ ഈ നടന്നാണ് ഞാൻ പള്ളിയിൽ പോയത്. പള്ളിയിൽ പോയി അവിടെ എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോ അവിടെ അന്നദാനം എന്ന് പറയുന്നത് ചൂട് കഞ്ഞിയും മാങ്ങ അച്ചാറും പയറുമാണ് അവിടുത്തെ അന്നദാനം എന്ന് പറയുന്നത്. അന്നദാനമൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പള്ളിയിലാണെങ്കിലും ഈ മുസ്ലിം പള്ളിയിലാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലും ഹിന്ദുക്കളുടെ ആണെങ്കിലും എനിക്ക് ഈ അന്നദാനമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്ന് ചൂട് കഞ്ഞി, ഇപ്പോഴും അതിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ, ചൂട് കഞ്ഞി, അതിൻ്റെ അകത്ത് മാങ്ങ അച്ചാറ്, നല്ല ഈ ചുമന്ന കളറിയിരിക്കുന്ന മാങ്ങ അച്ചാറൊക്കെ ഇട്ട് നല്ല പയറൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഒരു സ്പൂണും തരും അവര്. അപ്പോൾ അത് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം, അതിലങ്ങനെ ടേസ്റ്റ്. അപ്പോൾ അതിങ്ങനെ തന്നപ്പോൾ ഞാനിങ്ങനെ കുടിച്ചിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഈ പള്ളിയിലെ കാര്യം ഈ പുറത്തുള്ള ഏതെങ്കിലും മാപ്പച്ചികൾ അറിഞ്ഞാൽ ഉടനെ ഇത് ഫ്യൂഡൽ കഞ്ഞി ആക്കാൻ സാധ്യതയുണ്ടോ? പിന്നെ ഇനി ക്രിസ്ത്യാനികൾ കൊടുക്കുന്നത് കൊണ്ട് ഫ്യൂഡൽ കഞ്ഞി ആകില്ലായിരിക്കും. സുരേഷ് ഗോപി കൊടുത്തെങ്കിൽ ഒരുപക്ഷെ അത് ഫ്യൂഡൽ കഞ്ഞിയായനെ. ഇത് പള്ളിവകയല്ലേ, പള്ളിവക അന്നദാനമല്ലേ, അപ്പൊ ഫ്യൂഡൽ കഞ്ഞി ആകില്ലായിരിക്കും. എനിക്ക് അപ്പോൾ ഓർമ്മ, ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നാണ് ഇത് കുടിക്കുക. ഇത് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസം ഇല്ലാത്തവർക്ക് അത് വെറും കഞ്ഞിയും പയറും മാങ്ങയൊക്കെ, വിശ്വാസത്തോടെ കുടിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ അന്നം എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ അത് വിശ്വസിച്ച് കഴിക്കുന്നത്. ഞാനപ്പോൾ വിചാരിച്ചു, ഭഗവാനെ, യേശുവിനെ കൂടി ഇനി ഫ്യൂഡലാക്കാറുണ്ട്. ബാക്കി ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ ഫ്യൂഡലാക്കി, യേശുവിനെ സവർണനല്ലാത്തതുകൊണ്ട് ഫ്യൂഡലാക്കില്ലായിരിക്കും. എന്തായാലും അവിടെ നിന്ന് നല്ലപോലെ കഞ്ഞി കുടിച്ച് വീർത്തിട്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നെഞ്ചുപൊട്ടിച്ചാവുന്ന ചില മാപ്രച്ചികളുണ്ട്. ആ മാപ്രച്ചികൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കേട്ടു നോക്ക്.